آمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم. وأما بنعمة ربك فحدث. الحمد لله الحمد لله الحمد لله. ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനത്തിനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇസ്ലാഹി പ്രസ്ഥാനത്തിനാകമാനവും മുസ്ലിം കൈരളിക്ക് തന്നെയും വല്ലാത്ത അഭിമാനകരമായ നിമിഷത്തിലാണ് നാം ഉള്ളത്. വല്ലാത്ത സന്തോഷമുള്ള, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദത്തിൻ്റെ കണ്ണീരുകൾ പൊഴിയുന്ന നിമിഷങ്ങളിലാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായ എല്ലാവരും ഉള്ളത്. റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ഈ സമയത്ത് പറയാനില്ല. 2013 വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭിച്ച, ഒരു വാടക കെട്ടിടത്തിൽ തുടക്കം കുറിച്ച, ഭൗതികമായ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്തൊരു ചെറിയ സംരംഭം ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. പക്ഷെ ഇതിൻ്റെ സ്ഥാപകരായ ആളുകൾക്ക് വളരെ വലിയ ലക്ഷ്യമായിരുന്നു ഇത്തരം സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും, പരിമിതികൾ മാത്രമാണെങ്കിലും അതിനിടയിലും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി, ഇഖ്ലാസ് കൈമുതലാക്കി, നിയ്യത്തുൻ സ്വാദിഖ, ശരിയായ നിയ്യത്തോടുകൂടി റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഈ ഒരു ദഅ്വാ സംഘത്തിന് പടച്ച റബ്ബ് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന, ഇത് നമ്മളെല്ലാം ഏറെ അഭിമാനത്തോടെ പറയുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വൈജ്ഞാനികമായ വിളക്കുമാടം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ സേവന വഴിയിൽ എന്നും ഒരു വിളക്കുമാടമായി ഈ സ്ഥാപനത്തെ നിലനിർത്തി തരുമാറാവട്ടെ. ലക്ഷണമൊത്ത പ്രബോധകരെ, മതം ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരെ, സമൂഹത്തിന് മാതൃകായോഗ്യരായി മുമ്പിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്ന നായകരെ വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് ജാമിഅ അൽ ഹിന്ദിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യമായിട്ടുള്ളത്. 2013 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഈ ഒരു നിയ്യത്തിനെ നമ്മുടെ നേതാക്കൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചപ്പോൾ സമൂഹം അത് ഏറ്റെടുത്തു. എല്ലാ അർത്ഥത്തിലും അവർ അതിന് താങ്ങും തണലുമായി അനേക ലക്ഷം മനുഷ്യന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സ്വീകാര്യത, ഒരു ഖബൂലിയത്ത് ഈ സ്ഥാപനത്തിന്, ഈ കൂട്ടായ്മയ്ക്കെല്ലാം നൽകി എന്നതാണ് പിന്നീടുള്ള നമ്മുടെ അനുഭവം. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടാൻ കഴിഞ്ഞാൽ അവർക്കൊരു ഖബൂലിയത്ത് ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. സുമ്മ യൂദഉൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് അവർക്ക് ഭൂമിയിൽ ഒരു ഖബൂലിയത്ത്, ഒരു സ്വീകാര്യത നിശ്ചയിക്കപ്പെടുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, സംഘങ്ങൾക്കുണ്ട്, സ്ഥാപനങ്ങൾക്കുണ്ട്, സംരംഭങ്ങൾക്കുണ്ട്, പരിശ്രമങ്ങൾക്കുണ്ട്, ഗ്രന്ഥങ്ങൾക്കുണ്ട്. അത്തരമൊരു ഖബൂലിയത്ത് പ്രത്യക്ഷത്തിൽ ബാഹ്യമായി നമ്മൾ കാണുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, 2 ബാച്ചുകൾ ഇതിനു മുമ്പ് ഹിക്കമികളായി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 2019 2022 80-ലേറെ വിദ്യാർത്ഥികളാണ് ഹിക്കമികൾ എന്ന സനദ് വാങ്ങി സ്ഥാനപ്പേര് നൽകി സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെയെല്ലാം സാക്ഷിയാക്കി, ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇത് വീക്ഷിക്കുന്ന അനേക ലക്ഷം മനുഷ്യന്മാരെ സാക്ഷിയാക്കിയ 3ാമത്തെ ബാച്ചിനെ നിങ്ങളുടെ കൈകളിലേക്ക് ഹിക്കമികൾ എന്ന സ്ഥാനപ്പേര് നൽകി
ഞങ്ങൾ ഒന്നിച്ചത് ഇവിടെ സമർപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങളും റഹ്മത്തും ബറക്കത്തുമെല്ലാം ഇവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 75 പേരാണ് ഇപ്രാവശ്യം ഹിക്കമികളായി സമൂഹത്തിലേക്ക് ഇറങ്ങാൻ യോഗ്യത നേടിയവർ. അതിൽ 5 പേർ വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ ജോലിയോ പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളാൽ അവർക്ക് യാത്ര ചെയ്ത് എത്താൻ സാധിച്ചില്ല. ബാക്കി 70 പേർ ഇൻഷാ അല്ലാഹ് ഇന്ന് ഹിക്കമികളായി പ്രതിജ്ഞ ചെയ്ത് സമൂഹത്തിലേക്ക് ദീനിൻ്റെ ഖാദിമികളായി ഇറങ്ങുകയാണ്. 13 പേർ സൗദി അറേബ്യയുടെ വ്യത്യസ്തങ്ങളായ സർവകലാശാലകളിൽ പഠിക്കുന്നവരായതിനാൽ ക്ലാസ് മുടക്കിയവർ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് നമ്മുടെ ഭാരവാഹികൾ തീരുമാനിക്കുകയും അതുപ്രകാരം ആ 13 പേർക്ക് മദീനയിൽ വെച്ച് നമ്മൾ സനത് നൽകുകയും ഇവിടെ അതിൻ്റെ രംഗങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. ബാക്കിയുള്ള 57 ആളുകൾ ഇതാ നമ്മുടെ മുമ്പിൽ സജ്ജരായി കാത്തിരിക്കുന്നു. റഹ്മാനായ റബ്ബിന്റെ ദീനിനെ മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് അതിന് ഖാദിമികളാവാൻ തയ്യാറായി ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നമ്മുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബേ, നീ അനുഗ്രഹം നൽകണേ നാഥ. ഇത് വല്ലാത്തൊരു അമാനത്തിൻ്റെ നിർവഹണമാണ്, ഇതൊരു ആത്മാഭിമാനമാണ്, ഇതൊരു ആത്മധൈര്യമാണ്, ഇതൊരു വാഗ്ദത്ത പാലനമാണ്. സമൂഹത്തോട് നാം ഇത് പ്രഖ്യാപിച്ചപ്പോൾ എന്താണോ വാഗ്ദാനമായി നാം നൽകിയത് അതിനാ ഞങ്ങൾ പാലിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ഇതിന് നേതാക്കന്മാരുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച രക്ഷിതാക്കൾ ഞങ്ങൾ അർപ്പിച്ച ആ വിശ്വാസമില്ല, ഞങ്ങളിത് പാലിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയെ വിശ്വസിച്ച് ഇതിൻ്റെ കൂടെ നിന്ന് സമ്പത്ത് ചെലവഴിച്ച, ഇതിന് ഭൂമി വഖഫായി നൽകിയ, വ്യത്യസ്തരായ പ്രദേശങ്ങൾ ഇതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ തലത്തിൽ ഇതിന് സംഭാവനകൾ നൽകിയ, ഇതിനെ ചേർത്തുപിടിച്ച അനേക ലക്ഷം മനുഷ്യന്മാരുണ്ട്. അവിടെയൊന്നും ആ പ്രതീക്ഷകൾ വൃഥാവിലായിട്ടില്ല. കണ്ണും കാതും പറിച്ചു നൽകി ജാമ്യയ്ക്ക് വേണ്ടി കാവൽ നിന്ന അനേക ലക്ഷം ദീനി സ്നേഹികളുണ്ട്. നിങ്ങൾ ആ പ്രതീക്ഷകൾ വൃഥാവിലായിട്ടില്ല. ഇതാ കഴിവിൻ്റെ പരമാവധി അത് പാലിക്കാൻ, ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. റബ്ബ് സാക്ഷിയാണ്. കഴിയാത്ത മേഖലയിൽ ഒരുപക്ഷെ പോരായ്മകൾ വന്നിട്ടുണ്ടാകാം. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അശ്രദ്ധ കൊണ്ട്, അതല്ലെങ്കിൽ അത്ര മതി എന്ന ആ ചിന്ത കൊണ്ട് ഒരു കുറവും വരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി കാവൽക്കാരെ പോലെ, ഒരു സെക്യൂരിറ്റിക്കാരെ പോലെ ഈ സ്ഥാപനത്തിന്, ഈ കൂട്ടായ്മക്ക് കാവൽ നിൽക്കാൻ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ ഭാരവാഹികളും സദാ ജാഗരൂകരായി തയ്യാറായിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ 75 പേരും കഴിഞ്ഞ ബാച്ചിൽ ഇറങ്ങിയ 80-ലേറെ ആളുകളും 155 ആളുകൾ ഇൻഷാ അല്ലാഹ് ഇവർ നമുക്കൊരു മുതൽക്കൂട്ടാണ്, ഇവർ നമുക്കൊരു അഭിമാനമാണ്. ഇതിൽ പലരും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ലാക്കിയ ഹാഫിളുമാരാണ് എന്നു മാത്രമല്ല, ഹിഫ്ദ് സംവിധാനങ്ങളിൽ ഹിഫ്ദ് പഠിപ്പിക്കുന്ന, അത് പകർന്നു നൽകുന്ന മുഹഫിദുമാരുമാണ്. ഇതിൽ പലരും അൽഹംദുലില്ലാ പലരും പണ്ഡിതന്മാരാണ്, ആലിമുകളാണ്. അവർ വലിയ മഹാപണ്ഡിതന്മാരാണ് എന്ന് അവകാശപ്പെടുന്നില്ല, കിബാറുൽ ഉലമയാണ് എന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഭാവിയിൽ അവിടെ ജീവിതത്തിനിടയിൽ ഇൻഷാ അല്ലാഹ് വരുന്ന 25, 30, 40, 50 വർഷം അവർക്ക് ആയുസ് ലഭിക്കുന്നുവെങ്കിൽ ആ ആയുഷ്കാലം കൊണ്ട് ഉന്നതരായ പണ്ഡിതന്മാരുടെ ആ നിലയിലേക്ക്, അത്തരം ആ പണ്ഡിതന്മാരുടെ അത്തരം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ സംവിധാനങ്ങൾ, അതിനുവേണ്ട ബാലപാഠങ്ങൾ, അടിസ്ഥാന പാഠങ്ങൾ കൈമാറി കൊടുക്കുകയും അത് സ്വീകരിക്കുകയും അത് ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ആ നിലക്കുള്ള ഒരു ലക്ഷ്യസാക്ഷാത്കാരമായി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ് നമ്മളെല്ലാവരും. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഖതീബുമാരാണ്. ഇവരൊക്കെ ദാഇമാരാണ്, പ്രബോധകന്മാരാണ്, എഴുത്തുകാരാണ്. വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംരംഭങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകളാണ്. ഹിഫ്ദ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ മുതൽ ജാമിഅ അൽ ഹിന്ദിൻ്റെ അഫിലിയേറ്റഡ് സംവിധാനങ്ങൾ, സൂപ്പർവിഷൻ സംവിധാനങ്ങൾ, അക്കാഡമിക് രംഗത്ത് നേതൃത്വപരമായ പങ്കുവഹിച്ച് അവിടെ അധ്യാപകരായും പ്രിൻസിപ്പളായും ഡയറക്ടറായും വരെ വർക്ക് ചെയ്യുന്ന ആളുകൾ അൽഹംദുലില്ലാ ഈ കൂട്ടത്തിലുണ്ട്. ജാമിഅ അൽ ഹിന്ദിൽ തന്നെ അധ്യാപകരായി നിയോഗിക്കപ്പെടാൻ മാത്രം യോഗ്യതയുണ്ട് എന്ന് അവിടുത്തെ ഉസ്താദുമാർക്ക്, ഭാരവാഹികൾക്ക് ബോധ്യപ്പെടുകയും ആ നിലയ്ക്ക് ജാമിയയിൽ തന്നെ അവരെ അധ്യാപകരായി നിയമിക്കുകയും ചെയ്യപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്തങ്ങളായ ഓൺലൈൻ, ഓഫ്ലൈൻ സംവിധാനങ്ങൾ വഴി ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി യുവജന ഘടകങ്ങളിൽ ശാഖ മുതൽ മണ്ഡലം മുതൽ ജില്ല മുതൽ സംസ്ഥാനം വരെയുള്ള
വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തങ്ങളെ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന ഈ വിദ്യാർത്ഥികളിൽ പല ആളുകളും എന്നത് അഭിമാനത്തോടെ പറയാൻ കഴിയും. കുത്തുബു സിത്ത എന്ന് വിളിക്കപ്പെടുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളിലെ 30,000-ഓളം വരുന്ന ഹദീസുകൾ പൂർണ്ണമായും വായിച്ചു പഠിച്ചവർ അൽഹംദുലില്ലാഹ് ഒരു ഡസനോളം എന്നെ ഉപരിക്കുന്ന ഈ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും തിർമിദിയും അബൂദാവൂദും നസായിയും ഇബ്നു മാജയും മുസ്നദ് അഹ്മദും ഇമാം മാലിക്കിന്റെ മുവത്തയും അതേപോലെ സുനൻ ദാരിമിയും അടക്കമുള്ള 9 ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സനദുള്ള ഇജാസയുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം ആളുകളും. അൽഹംദുലില്ലാഹ് ഇത് ഒരു ചെറിയ കാര്യമല്ല. അതേപോലെ ഭൗതികമായും അവരുടെ നേട്ടങ്ങൾ ഒട്ടും കുറവല്ല. JRF വാങ്ങിയ ആളുകൾ, സെറ്റും നെറ്റും പാസ്സായ ആളുകൾ, വ്യത്യസ്തങ്ങളായ മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടിയകൾ, വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്തങ്ങളായ കോഴ്സുകളിൽ അവർ വലിയ വലിയ സ്ഥാനങ്ങൾ നേടിയെടുത്തവർ, കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധങ്ങളായ മത്സരങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചവർ, അങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും അൽഹംദുലില്ലാഹ് കഴിവ് തെളിയിച്ചവരാണ് അവർ. ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാകാൻ ശേഷിയുള്ളവർ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഡയലോഗുകളിൽ, മുഖാമുഖങ്ങളിൽ, സംവാദങ്ങളിൽ, അതേപോലെയുള്ള ആദർശ പ്രബോധന മേഖലകളിൽ, പീസ് റേഡിയോ പോലെയുള്ള ഇന്റർനെറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ, നേർപ്പദം പോലെയുള്ള വാരികളിൽ എഴുത്തുകാരായി, CREകളിൽ, QHSകളിൽ സമാനമായ പഠന സംരംഭങ്ങളിലെല്ലാം നേതൃപരമായ പങ്ക് വഹിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ആളുകളും. ഇൻഷാ അല്ലാഹ് ഇവർ മുതൽക്കൂട്ടാണ്. ഭാവിയിൽ പ്രബോധന മേഖലയിൽ ഒന്നുകൂടെ സജീവമായി ഹിക്കമി എന്ന സ്ഥാനപ്പേരുമായി ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ അവർ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നലെയുമുണ്ട്, മെനഞ്ഞാന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഹിക്കമി എന്ന ആ പേര് ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് അവർ കൂടെയുണ്ടാകും. 100 വർഷത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞ് മുഴുവൻ ശിർക്കും ഖുറാഫത്തും പ്രചരിപ്പിക്കാൻ ഒരു സംഘം മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു വലിയ മതിൽക്കെട്ടായി ആദർശത്തിൻ്റെ, തൗഹീദിൻ്റെ, സുന്നത്തിൻ്റെ ഒരു വലിയ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള മതിൽക്കെട്ടുകളായി നിൽക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകും. മതരാഷ്ട്രവാദമെന്ന ഇസ്ലാമിൻ്റെ പേരിലുള്ള തീവ്രവാദ ചിന്താഗതികളെ കൊണ്ടുവരാൻ, അത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന തെറ്റായ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെതിരായി പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത് ശരിയല്ല എന്ന് പറയുന്ന ആ മേഖലയിൽ ഇൻഷാ അല്ലാഹ് നമുക്കിവരെ കാണാൻ കഴിയും. സലഫി എന്ന പേരിൽ രംഗത്ത് വരികയും ആയിരക്കണക്കായ ഹദീസുകളെ നിഷേധിച്ചും പുച്ഛിച്ചും പരിഹസിച്ചും തള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉസൂലുൽ ഹദീസിൻ്റെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ, ഖവായിദുൽ ഫിഖ്ഹിയയുടെ എല്ലാം അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വൈജ്ഞാനികമായി ഇൽമിയായി പ്രതിരോധം തീർക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് 6 മാസത്തെ മാത്രം കാലാവധി പറഞ്ഞ്, ജിന്നിൻ്റെ പേര് പറഞ്ഞ്, സിഹറിൻ്റെയും കണ്ണിൻ്റെയും പേര് പറഞ്ഞ് പരിഹാസ പേരുകളുമായി രംഗത്തിറങ്ങിയ ആളുകൾക്കും എവിടെയാണോ ആദർശരംഗത്ത് കാലിടറിയത് അവിടെ നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി തിരുത്തി കൊടുക്കാൻ, മാർഗം കാണിക്കാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകും. മതത്തിൻ്റെ മറവിൽ ഇൽമിൻ്റെ പേര് പറഞ്ഞ് ഗുലുവുമായി, അതിരുവിട്ട വാദങ്ങളുമായി, അതിവാദങ്ങളുമായി വന്ന്, സംഘടനയെ വേണ്ടെന്ന വാദങ്ങളുമായി വന്നവർ അവസാനം സംഘടിക്കാത്തത് കൊണ്ട് ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ചകൾ കാണുമ്പോൾ അവിടെയും ദിശാബോധം നൽകാൻ ഇൻഷാ അല്ലാഹ് ഇവരുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉണ്ടാകണമെന്നാണ് നിങ്ങളൊരു വസിയത്തായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ എല്ലാ തരത്തിലുമുള്ള പ്രബോധന പ്രവർത്തനങ്ങളുടെ കൂടെയുണ്ടാകണം, അല്ല മുമ്പിലുണ്ടാകണം. ഇത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ടവർ വരും തലമുറകളിൽ നിങ്ങളൊക്കെയാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനിയ ടി.കെ സൂചിപ്പിച്ച പോലെ ഹിക്കമി എന്നുള്ളത് കേവലം ഒരു ബിരുദമല്ല, അത് കേവലം ഒരു സ്ഥാനമല്ല, സർട്ടിഫിക്കറ്റിൻ്റെ പേരല്ല. നേരെ മറിച്ച് അതൊരു അമാനത്താണ്. ഹിക്കമത്തോടുകൂടി, വിസ്ഡമോടുകൂടി ദീനിൻ്റെ അധ്യാപനങ്ങളെ പ്രമാണങ്ങളിൽ ഊന്നി മൻഹജു സലഫിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ദിശാബോധം നൽകാൻ കഴിയുമ്പോഴാണ് ശരിയായ ഹിക്കമിയായി മാറുന്നത്. അതല്ലാതെ ഒരു സർട്ടിഫിക്കറ്റിൽ ഹിക്കമി എന്ന് എഴുതി വെച്ചുകൊണ്ട് മാത്രം ഹിക്കമിയാകണമെന്നില്ല. ഹിക്കമത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ശരിയായ ഹിക്കമിമാരായി, ലക്ഷണമൊത്ത ഹിക്കമിമാരായി നിങ്ങൾക്ക് വളരാൻ കഴിയണം. ആ ഒരു ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം. ആ സ്ഥാനപ്പേരിനെ, ഹിക്കമി എന്ന ആ ഒരു പട്ടത്തെ, ആ സനദിനെ പ്രയാസപ്പെടുത്തുന്ന, അതിനെ മോശമാക്കുന്ന, അതിൻ്റെ വിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു സമീപനങ്ങളും ഒരു ചിന്താഗതി പോലും അല്ല, ഒരു ചലനം, ഒരു അനക്കം പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതേ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ സനദ് വാങ്ങിപ്പോയ ഹാഫിളുമാരായ വിദ്യാർത്ഥികൾ, ഹിന്ദ് ഖുർആൻ അക്കാദമിയുടെ കീഴിൽ ഹിഫ്ള് പൂർത്തിയാക്കിയ 40 വിദ്യാർത്ഥികൾ,
അതുപോലെ സ്കൂൾ ഓഫ് ഖുർആനിൽ നിന്ന് അവിടെ കോഴ്സ് പൂർത്തിയാക്കിയ 13 വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാഹ്, വല്ലാത്ത സന്തോഷത്തിൻ്റെ കാഴ്ചകളാണതെല്ലാം. അവർ ഹിഫ്ള് പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, ജാമ്യ നിശ്ചയിച്ച മുഴുവൻ ദൗറകളും പൂർത്തിയാക്കി. അതുമാത്രവുമല്ല, ഒറ്റ ഇരിപ്പിരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിക്കൊടുത്തവരാണ് അതിൽ 13 പേർ. സുബ്ഹിക്ക് ആരംഭിച്ച് രാത്രി 11-12 മണി വരെ നീണ്ടു നിന്ന ആ ഒരു ജിൽസ, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഉസ്താദിന് മുമ്പിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കാതെ ഫാത്തിഹ മുതൽ നാസ് വരെയും ഒരു തെറ്റുപോലുമില്ലാതെ ആ ഒരൊറ്റ ഇരിപ്പിരുന്നു കൊണ്ട് പൂർണ്ണമായും ഓതി കേൾപ്പിച്ച് അവർ ഹാഫിളാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ നമ്മൾ ഹാഫിളായി സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത്. അൽഹംദുലില്ലാഹ്, നിലനിർത്താൻ പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ജാമിഅ അൽ ഹിന്ദിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾക്ക്, ഇത് സാരഥികൾക്കുണ്ട്. ഈ സമുദായം നമ്മിൽ അത് ആ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒന്നിച്ചു നിന്ന് പടച്ച റബ്ബിന്റെ തൗഫീഖോട് കൂടി നമുക്ക് നിറവേറ്റാൻ ശ്രമിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാത്തരം ഫിത്നകളും എല്ലാത്തരം ഫസാദുകളും മേൽക്കുമേലെ വരുമ്പോൾ എന്ന് പറഞ്ഞ ഇരുട്ടാർന്ന രാത്രി പോലെയുള്ള ഫിത്നകൾ മേൽക്കുമേലെ വരുമ്പോൾ യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറുന്ന, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ നേരം പുലരുമ്പോഴേക്ക് അവൻ എക്സ് മുസ്ലിം എന്ന് പോസ്റ്റിട്ട് ഒരു അവിശ്വാസിയായി മാറുന്നത് ഒരു ഫാഷനായി, അത് ആ നിലക്കുള്ള ഒരു ജാടയായി മാറുമ്പോൾ അവിടെ ശരിയായ ഇസ്ലാമിനെ പ്രമാണങ്ങൾ ഊന്നിപ്പിടിച്ചുകൊണ്ട് മൻഹജു സലഫിൽ, അതേ 6-ാം നൂറ്റാണ്ടിൽ തന്നെ നിന്നുകൊണ്ട് ആ അധ്യാപനങ്ങൾ ലോകത്തേക്ക് എന്നേക്കുമുള്ളതാണ്, ഖിയാമത്ത് വരെയും പ്രസക്തമാണ്. അത് മാറ്റേണ്ട ആവശ്യമില്ല, അതിന് മാറ്റം വരുത്താൻ വകുപ്പുമില്ല. ഇത് റബ്ബിൻ്റെതാണ്. ആകാശഭൂമികൾ സൃഷ്ടിച്ച സട്ടാവ് അവതരിപ്പിച്ച ആശയമാണ് വിശുദ്ധ ഖുർആൻ. ആ സട്ടാവിൻ്റെ കലാമാണ്, അതിൻ്റെ വിശദീകരണമാണല്ലോ പ്രവാചക വചനങ്ങൾ. അതിനെ ആദ്യ തലമുറകൾ സ്വഹാബത്തും താബികളും തമിഴ് താബികളും എങ്ങനെയാണോ ഗ്രഹിച്ചതും ജീവിതത്തിൽ പാലിച്ചതും അങ്ങനെ തന്നെ ആ മൻഹജു സലഫിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും വകവെക്കാതെ, ഒരു പരിഹസിക്കുന്നവന്റെ പരിഹാസത്തെയും വകവെക്കാതെ, ഒരാളുടെയും ഏതർത്ഥത്തിലുമുള്ള എന്തൊരു ഒരു പരിഹാസങ്ങളെയും വകവെക്കാതെ പടച്ച റബ്ബിൽ തവക്കുലാക്കി ആ റബ്ബിന്റെ തൃപ്തി അവന്റെ വജഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി സേവകരായി മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാവുക. ഈ സമുദായം മുഴുവനും നിങ്ങളെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് വൃഥാവിലാകാൻ പാടില്ല. ആ പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആ പ്രതീക്ഷ ഒപ്പിച്ചുയരാൻ, അല്ല അതിലേറെ വളരാൻ നിങ്ങൾക്ക് സാധിക്കും. പടച്ച റബ്ബിൽ തൗഫീഖ് ഉണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.